ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് എന്നൊക്കെ പറയാം. കാരണം മൂവേഴ്സ് വന്നിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ US-ലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ്, നമ്മുടെ പാക്കിംഗ് വീഡിയോസ്. പാക്കിങ് മാത്രമല്ല, ഞങ്ങൾ ഫ്രണ്ട്സിനൊരു ബിരിയാണി പാർട്ടി നടത്തിയിരുന്നു വരുന്നതിന് മുന്നേ. അതിൻ്റെ വിശേഷങ്ങൾ, കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങൾ എല്ലാം കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സമയം രാത്രി 9:30. നാളെ രാവിലെ അവർ വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത്രയും ഞങ്ങൾ ഒതുക്കി കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി ഉണ്ട്. ഇനി TV അതൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം. ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുപോകും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഗ്രോസറി സാധനങ്ങൾ ഇവിടെ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇവിടെ വെക്കണം. ഈ 4 ചെയർ അതൊക്കെയാണ് കൊണ്ടുപോവുക. നോക്കാം, ബാക്കി ഞാൻ നാളെ പറയാം വിശേഷങ്ങൾ. പാക്കിങ്ങും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബാക്കി ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഇനിയും ഉണ്ട് കുറച്ചും കൂടി. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സമയം 11:30. പാക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. TV പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫാനും കൂടി കഴിഞ്ഞാൽ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. എല്ലാം കൊണ്ടുപോകുന്ന സമയം. ഇതൊക്കെ അവരുടെ ബോക്സ്, അവർ കൊണ്ടുവന്നാണ്. എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മീൽക്കുട്ടിക്ക് സ്കൂളുണ്ട്, അതുകൊണ്ട് ഞാൻ മീൽക്കുട്ടീനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരണം. ഉണ്ണി ഇങ്ങടെ പോകുന്ന പറഞ്ഞു കൊടുക്ക. അച്ഛനൊന്നും വരാൻ പറ്റിയില്ല. സാധാരണ അച്ഛനും വരുന്നതാണ് അല്ലേ. Everyone is doing fitting in, go to new house, and then this color is white, like their house, and it's so beautiful. And I am taking pink shoes and pink dress, and so beautiful. And my bag too. Oh. ഞാൻ മെഴുക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് വന്നു. അപ്പോഴേക്കും ഇവിടെ ഏകദേശം പാക്കിംഗ് ഒക്കെ അവസാനിക്കാറായിരുന്നു. കണ്ടോ, നമ്മൾ പാക്ക് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അവരുടെ കാർഡ്ബോർഡിലാണ് എല്ലാം റെഡിയാക്കി വെക്കുക. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രക്ക് വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവരിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി അവർ ഒരുമിച്ചിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ലിഫ്റ്റ് താഴെ ഓഫീസിൽ പറഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുക. വീട് ഏകദേശം കാലിയായിട്ടുണ്ട്. അവരെല്ലാം എടുത്തു പോയി. ഇനി സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി ഒരാഴ്ച ഉണ്ട് കേട്ടോ നമ്മൾ പോവാൻ. ആ ഒരു വീക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ താമസിക്കണം. നമ്മുടെ വണ്ടി അതാ പോകുന്നു. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാനഡ മൂവി. അങ്ങനെ നമ്മുടെ വണ്ടി US-ലേക്ക് പോയി നമ്മുടെ സാധനങ്ങളുമായിട്ട്. ചെടിയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചെടിയൊക്കെ ഇവിടെ വെക്കണം. പിന്നെ അവർ ഈ ക്രീം, ലോഷൻസ് അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതും അവർ കൊണ്ടുപോയില്ല. ബാക്കിയെല്ലാം ഏകദേശം കൊണ്ടുപോയിട്ടോ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങിയതാണ്. പ്രജേട്ടൻ ലീവ് എടുത്തു. ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് ഷോപ്പിംഗ് ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അതും പിന്നെ നമുക്ക് നാളെ ഒരു ട്രീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മെഴുക്കുട്ടർ ഈ ലഞ്ച് ബോക്സ് പെട്ടെന്ന് പൊട്ടിപ്പോയി, എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങളത് മാറ്റാൻ വേണ്ടി വന്നതാണ്. പ്രജേട്ടൻ അതുകൊണ്ട് 2 ഷർട്ടും എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റോറിലേക്ക് പോവുകയാണ്. വാൾമാർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ലിൻഡിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റില്ലേ, അത് ഞങ്ങളുടെ 2 ആളുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കണേ. അവിടെ പോയ ഒരു ചോക്ലേറ്റും ഫ്രീ ആയി കിട്ടും. പിന്നെ ഞങ്ങൾ ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കവറും കൂടി വാങ്ങിയിട്ടുണ്ട്.
പിന്നീട് ഞങ്ങൾ വിന്നേഴ്സിലേക്ക് കൂടി വന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കി വന്നതാണ്. പക്ഷേ നല്ല ഒന്നും കിട്ടിയില്ല. മീൻകുട്ടിക്ക് വാങ്ങണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഓഫറിൽ കടന്നിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. തൽക്കാലം ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം മിഴിക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമായി. ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് നടക്കാനേ ഉള്ളൂ സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിലേക്ക് വേഗം എത്തിപ്പെടാനുള്ള ഓട്ടത്തിലാണ്. ഇനി അവളുടെ നേരെ ഓട്ടം പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. വലിയ കുട്ടികളൊക്കെ ഈ സൈഡിൽ നിന്ന് വരും ഓരോരുത്തരായിട്ട്. ഇത് സ്കൂളിൻ്റെ തന്നെ പ്ലേ ഗ്രൗണ്ടാണ്. സാധാരണ ഈ ചെറിയ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാറില്ല. കാരണം വലിയ കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ പേരൻസ് വന്നാൽ മാത്രമാണ് ഇവർക്ക് ഇവിടേക്ക് കിടക്കാൻ പറ്റൂ. മീക്ക് കുറച്ച് നേരം ഇവിടെ കളിക്കണം, എന്നാലേ അവൾക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കാനഡ വിടാൻ പോവുകയാണ് അടുത്ത ആഴ്ച. ഇന്ന് വെനസ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേ ആണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡിന്നറിന് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഉണ്ണി സ്കൂളിൽ പോയില്ലേ? അപ്പോൾ അമ്മ വാങ്ങിയത്. എങ്ങനെയുണ്ട് ഉണ്ണിയുടെ പുതിയ ടോപ്പ്? നോക്കട്ടെ, ഒന്ന് ഉണ്ണി കാണിക്ക്. ഇഷ്ടമായോ ചോദിച്ചോക്കെ? ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. This cannot be. Yes. Yoga jump change. These are going every day. ഇതാ നമ്മുടെ പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 എണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുട്ടികൾക്കാണ് അല്ലോ ഇത് ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സാധാരണ ടിം ഹോട്ടൽസ് വാങ്ങുമ്പോൾ നല്ല പിസ്സ ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ കുട്ടികൾക്ക് പോലും ഇഷ്ടമായില്ല. കാരണം കുറച്ച് ഹാർഡായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വലിയവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയും ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും എത്തിയിട്ടില്ല. ജെനിഫറിൻ്റെ ഫാമിലിയും കൂടി വരാനുണ്ട്. പക്ഷെ കുട്ടികൾക്ക് നന്നായി വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാത്രം എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പൊ സമയം 10 മണി ആവാറായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. 10 മണിക്ക് വാട്ടർ ഫ്രണ്ടിൽ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പോന്നു. അങ്ങനെ ഒട്ടും പ്ലാനില്ലാത്തൊരു യാത്രയായിരുന്നു. ഇനി ഞാൻ ഫയർ വർക്ക്സ് കാണിച്ചു തരാം. കുറേ പേര് ഇരിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കും അവിടെ പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിന്ന് കാണാം. ഏതായാലും സമയം അവരെ ജെനിഫറും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അവരെ കണ്ടുപിടിക്കാം. നല്ല തിരക്കാണ്. ഞങ്ങളവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉണ്ണി സോസ് കൈമാറി. ബ്രെഡും അതിൻ്റെ
My mom didn't yell at me when she was talking back. പ്രജേട്ടൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഇവർക്ക് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ കേട്ടോ. നമ്മൾ കടലിനൊക്കെ നടുവിൽ വെച്ചിട്ട് വെടിക്കെട്ടുണ്ടായ എങ്ങനെ ആ ഒരു ഫീൽ തന്നെയായിരുന്നു. അവർ ബോട്ട് കൊണ്ട് എന്തോ നടുവിൽ വന്നിട്ട് പിന്നെയാണ് ഫയർ വർക്ക്സ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.